ജീപ്പ് ഇത് 2-3 ദിവസമായി ഇവിടെ ഇങ്ങനെ കാണുന്നു. എന്ത് പറ്റി? പണിയില്ലേ? പണിയില്ല, അതാ പ്രശ്നം. എന്ത് പറ്റി? മുതലാളിക്ക് 3 ബസ് ഉണ്ടായിരുന്നു, 2 പോടില്ല. ഒന്നിലാണെങ്കിൽ ആളുമില്ല. എന്താ? സർക്കാരിന്റെ സ്ത്രീ സൗജന്യം. ആ മനസ്സിലായി. ശരി, ബാ കേറ്. അല്ല, ബാ കേറ്, നമുക്ക് ഒരു ചായ കുടിച്ചു തരാം. ബാ കേറ്. ഇതൊക്കെ ശരിയാവും. ശരിയാണ്, എനിക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ട് എന്ന് കരുതിയിട്ട് അവസരവാദ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. ആ ചെയ്തത് ശരിയായില്ല. എന്ത് തേങ്ങ കഴിച്ച് പറയണത്? ഇതുകൊണ്ട് എത്ര ആൾക്കാർക്ക് ഗുണം ഉണ്ടായിരിക്കും? എന്ത് ഗുണം? ഒരു പഠനം നടത്താത്ത തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അല്ല. ഇപ്പൊ എന്താ പറയാ? എന്നിട്ട് എന്തേ? നിങ്ങൾ 10 കൊല്ലം പഠനം നടത്തിയല്ലോ, എന്നിട്ട് എന്തേ നിങ്ങൾ പരീക്ഷയിൽ തോറ്റേ? ഞങ്ങൾ നടത്തിയ വികസനവും നിങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങള് തർക്കല്ലിട്ട് നിങ്ങൾ കെട്ടി പൊള്ളിച്ചിട്ടുള്ളൂ. ആ പ്രതിഭ, ഈ സൗജന്യ യാത്ര വലിയ ഉപകാരമല്ലേ പെണ്ണുങ്ങൾക്ക്? സൗജന്യം ലോലക്കമല സൗജന്യം. മറ്റേ പാർട്ടിക്കാർ പറയും പോലെ പറയുന്നത് കേട്ടോ. എന്ത് പാർട്ടി? അടുപ്പ് വേണമെങ്കിൽ നമ്മൾ പണിക്കോണം. ഈ സൗജന്യം കൊണ്ട് ഇല്ല പണിയും കൂടി ഇല്ലാതായി. നാട്ടിലൊരു നല്ല കാര്യം ചെയ്യാൻ പറ്റില്ല എന്നപ്പം നിങ്ങൾ എല്ലാവരും കൂടി പറയുന്നത്. അർഹത നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ അതാണ് ശരി. ഈ വരുമാനം നോക്കി നിശ്ചയിക്കലായിരുന്നു ഉത്തമം. ഇതിപ്പോ ഈ ചെറിയ ശമ്പളത്തിന് കടയിൽ പോകുന്നവർക്കൊക്കെ ഇത് വലിയൊരു ആശ്വാസമാണ്. പക്ഷെ അതല്ല, ഇന്ന് ഈ ഗവൺമെന്റ് എംപ്ലോയീസ് വരെ ഈ ആനുകൂല്യം പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഈ പറയണത്. 5000-10,000 ശമ്പളം വാങ്ങുന്നവരും 1.5 ലക്ഷം ശമ്പളം വാങ്ങുന്നവരും സ്ഥിതി ഒരേ മാതിരിയാണോ? നിങ്ങളെ മനസ്സില് വെറുപ്പിന്റെ രാഷ്ട്രീയ, അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അല്ല, അങ്ങനെ ഇതിനെ കാണേണ്ടതില്ല. അതെ, ഇപ്പൊ ഓപ്പറേഷൻ തൂഫാന് വൻ വിജയല്ലേ? മന്ത്രിയെ കൈയടിച്ച ജനങ്ങൾ സ്വീകരിച്ച് നല്ല ചെയ്ത നമ്മൾ അംഗീകരിക്കും. സൗജന്യമൊക്കെ ആവാൻ അതിനൊക്കെ ഒരു മാനദണ്ഡം വേണം. വിദ്യാർത്ഥികൾക്ക്, ദരിദ്രരായ രോഗികൾക്ക്, പാവപ്പെട്ടവർക്ക്. ഈ അന്യസംസ്ഥാന സർവീസിന് വരെ അവിടുത്തെ ആളുകൾ അവിടെ കാത്തു നിൽക്കാണ്. ഊട്ടി മൈസൂർക്ക് ടൂർ വരെ ഇപ്പൊ ഇതിലാ പോകുന്ന കേൾക്കണം. ഈ സൗജന്യം, ഇളവും അടിസ്ഥാന വികസനമൊക്കെ വേണ്ടത് ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി എന്നീ മേഖലയിൽ വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിന്റെ ശരി. ബാബു, ഈ ബ്ലോക്ക് പോണെങ്കിൽ അവിടെ തെങ്ങ് തൈ കൊടുക്കണ്ട 2 എനിക്ക് വാങ്ങണ്ടേ? എവിടുന്ന വരുന്നേ? ഞാൻ ചായപ്പൊടി വാങ്ങാൻ വേണ്ടിയാണ്ടേ ഊട്ടിയിലറ്റം പോയതേ. ചായപ്പൊടിക്ക് ഊട്ടിക്കോ? ബസ്സിന് കൂലിയൊന്നും വേണ്ടല്ലോ. അപ്പോ അങ്ങോട്ട് പോയി 1 കിലോ ചായപ്പൊടിയും വാങ്ങി ആ ബസ്സിൽ തന്നെ ഇങ്ങോട്ടും പോന്നു. അപ്പൊ ഫ്രീ അല്ലേ ബസ്സൊക്കെ?